നമസ്കാരം. എല്ലാവർക്കും സുനിത കുക്കൂസിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ടെറസിൻ്റെ മുകളിലേക്ക് വന്നപ്പോഴത്തേക്കുണ്ടോ ആകാശം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെന്നിട്ട് ട്രൈപോഡും മൊബൈലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ വീഡിയോ അങ്ങ് എടുക്കാറുണ്ടോ ചെയ്തത്. അപ്പോൾ ഇവിടെ കുറച്ച് പണികളുണ്ട്, കുറച്ച് പുല്ലും കാടും ഒക്കെ ഒരുപാട് പറിക്കാനായിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അതാ കണ്ടോ, ടെറസ് ഇവിടെയാണ് കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ അധികവും നട്ടിട്ടുള്ളത്. കുറച്ചൊക്കെ ഞാൻ നേരത്തെയൊക്കെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെയ്യാം, അതിനുള്ള സമയം ഇപ്പം ഇന്നുള്ളൂ. അപ്പോൾ അത് കുറച്ചൊന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങ് ചെയ്യാണ് കേട്ടോ. പണികൾ കുറച്ചധികം തന്നെ പെൻഡിങ്ങിലുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് നാളായി കേട്ടോ, പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആകാശമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം മടുപ്പുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ആ മടുപ്പൊക്കെ അങ്ങ് പോയിട്ട് ഇവിടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെയ്യാനുള്ള സമയം ഇന്നുള്ളൂ, അപ്പോൾ അത് നല്ല സ്പീഡിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇനി താഴെ വീട്ടിൽ ചെന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ടീ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് മടുപ്പൊക്കെ മാറ്റാമെന്നങ്ങ് ആലോചിച്ചുകൊണ്ട് ചെയ്യുകയാണ് കേട്ടോ. വളരെ പെട്ടെന്നാണ് ഇവിടെ ഇങ്ങനെ കാട് ആയി വരുന്നത്. എനിക്കൊന്ന് വളങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഈ പുല്ല് നിറയുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം കാറ്റാണ് കേട്ടോ. അതെ, ഇത് കണ്ടോ, ഉണങ്ങിയ ഒരു മുളകിന്റെ വെള്ളമുളകായിരുന്നു, വെള്ളക്കാന്താരിയാണ് കേട്ടോ. അതിന്റെ തൈയായിരുന്നു, തൈയല്ല, നല്ലൊരു മരമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് പറിച്ച് എടുത്തിട്ടോ, പിഴുതെടുത്ത് മാറ്റി പിന്നെ അവിടെയുള്ള പുല്ലും കാടും ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഈ സൈഡിൽ 2 പയർ നട്ടിട്ടുണ്ടായിരുന്നേ. അത് നല്ല രീതിയിൽ എൻ്റെ കയറ് കെട്ടി കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതിനി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ, ആ ബാക്ക് സൈഡിലാണെങ്കിൽ അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയർ ഇവിടെയാണ് ഇട്ടത്. അപ്പം കണ്ടോ, ഇത് പോരെ, നല്ലവണ്ണം ഇനി കയറ് കെട്ടി കൊടുക്കണം. അതിനി ഒരു ദിവസം വന്നിട്ട് അത് ചെയ്യണം. അതങ്ങനെ വെച്ചിട്ട് അത് നിന്നില്ല കേട്ടോ, അത് വന്നിങ്ങി വീണു. ഇനി അടുത്തൊരു ദിവസം വന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ആ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ കേട്ടോ. ഇനി ഇതിന് തൊട്ട് ബാക്കിൽ ടെറസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ പുല്ല് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കറിവേപ്പിലയൊക്കെ എനിക്ക് അവിടെയാണ് നിൽക്കുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. തുടക്കത്തിൽ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്കത് പറയാൻ എപ്പോഴും പറ്റിയില്ല. അപ്പോൾ അതിപ്പോൾ എനിക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഇതാണ് കോവയ്ക്കയുടെ മരമില്ലേ, തൈയില്ലേ, അതാണ് കേട്ടോ കോവലിൻ്റെ വള്ളി. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് കേട്ടോ. കാറ്റത്ത് ട്രൈപോഡ് വീണ് പോയതാണ് കൂടെ തിരിഞ്ഞ് നോക്കുന്നത് കേട്ടോ. ഒരുപാട് നല്ല രീതിയിൽ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ, ചെറിയതായിട്ട് ആ വലിയ പുല്ലൊക്കെ പറിച്ച് കളയുന്നുള്ളൂ കേട്ടോ. ബാക്കി ഇനി അടുത്തൊരു ദിവസം അത് കണ്ടോ, ഒരു കറിവേപ്പിൻ്റെ തൈയാണ് കേട്ടോ. കറിവേപ്പ് ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരുപാട് കുറച്ചും കൂടെ മുമ്പോട്ടാണ്, പക്ഷെ ഒരു വലിയ മരം കേട്ടോ അത്. അതിൻ്റെ വേരിന്ന് പൊട്ടിക്കിളുത്താണ് ഇനി ഇവിടെ വരെ ഇതുപോലെ തൈകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പറിച്ച് കളയാന്ന് വിചാരിച്ചാൽ അത് പറിക്കാൻ കിട്ടത്തില്ല നമുക്ക്, കാരണം നല്ല ബലം കൊടുക്കണം. ഈ തറയിലാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി നമുക്ക് ശക്തി എടുത്ത് വലിച്ച് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ ആഞ്ഞു പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. തറയിലാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഒരു ഉണങ്ങി ഒരു കോവലിൻ്റെ വള്ളി കേട്ടോ. അത് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ആ ശ്രമം ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാതെയല്ലേ കയറി വന്നതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പറ്റത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം കത്തിയായിട്ടൊക്കെ വന്നിട്ട് എടുത്ത് വെട്ടിക്കളയാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇത് അവിടെ എല്ലാം ഉണ്ട് ഈ കറിവേപ്പിൻ്റെ തൈ.
കണ്ടോ അവിടെ ഇത്ര കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് വലിയ മരം നിൽക്കുന്നത്. അതിന്റെ വേര് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരേണ്ട. അത് കാരണം നമുക്ക് അവിടെ മറ്റൊന്നും നടാനും പറ്റത്തില്ല. കണ്ടോ അവിടെ ആ കോവല് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ പറിച്ച് കളയണം, ഇനി വെട്ടി കളയാനേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും നമ്മളിപ്പോൾ ഇവിടെ വൃത്തിയാക്കി കേട്ടോ. കണ്ടോ നല്ല ക്ലീൻ ആയിട്ടില്ല. ഇത് തക്കാളിയുടെ തൈയാണ് കേട്ടോ. ഇതാ ഇത്. ഇനി അത് പറിച്ച് നടണം. പാകിയിട്ട് അത് കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ നല്ല രീതിയിലൊന്നും നല്ല ഇതായിട്ടില്ല. കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊരു കാന്താരിയുടെ തൈയാണ്. തൈയല്ല, നല്ല വലുതായിട്ടുണ്ട്. കണ്ടോ കുഞ്ഞു 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 കാന്താരി മുളകാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കറിവേപ്പ്. താഴത്തെ ടെറസാണ് കേട്ടോ അവിടെ. അപ്പോൾ ആകാശം കാണാനായിട്ട് അടിപൊളി ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് കൂടെ കൂടെ ആ ക്ലിപ്പുകൾ ഞാൻ ഇടുന്നുണ്ട്. ബോറടിക്കുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഒരു കാക്ക പതിലേ പറന്നുപോയി. ഇതാണ് കേട്ടോ താഴത്തെ ടെറസ് ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ഞാൻ കറിവേപ്പിന്റെ മരമാണ്, നല്ല വലിയ മരമായിട്ടോ. ഇതിൽ നിന്നാണ് ഞാൻ അധികം കറിവേപ്പ് എടുക്കുന്നത്. പിന്നെ അതാ കാന്താരി മുളക്, കുഞ്ഞു 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 കാന്താരി കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ. അതിനി പറിച്ചെടുക്കണം. പിന്നെ അതിന്റെ പുറത്ത് കരിയില് അഴുക്ക് ഉണങ്ങിയ പുല്ലും ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യും. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് ചെയ്തതിൻ്റെ അന്ന് തന്നെ നല്ല മഴ പെയ്തുകൊണ്ട് ഇനി പിറ്റേ ദിവസമൊക്കെ അതാ നല്ല മഴയാണ്. വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കയറാനായിട്ട് ഇനി ഒരാഴ്ച കഴിയും. കാരണം നല്ല തെറ്റലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. നല്ല മഴ തോർന്നതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട്. ഇതാണ് വലിയൊരു കറിവേപ്പിൻ്റെ മരം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ബട്ടർഫ്ലൈ ടീ ഒക്കെ ഇട്ട് കുടിക്കാണ് കേട്ടോ. പിന്നെ അവിലുണ്ട് കേട്ടോ. അവില് വിളയിച്ച് വെക്കില്ലേ, അതുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി എടുത്ത് കഴിച്ചിട്ട് അപ്പം മടുപ്പൊക്കെ ഏകദേശം നല്ല രീതിയിൽ മാറി. ഇനിയിപ്പോൾ ഏത് ജോലിയും ചെയ്യാന്നുള്ള ഒരു മൂഡിലായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. ടാറ്റ.